നമുക്ക് ആദർശിന്റെ നയനയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ വരാൻ പോകുന്ന ദിവസങ്ങളിലാണ് ആ സംഭവ ബഹുലമായ നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മള് നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അബിയുടെ കള്ളത്തരങ്ങളൊക്കെ നവ്യെ തിരിച്ചറിയുന്നത്. അതെന്താണ് ഈ ആഴ്ച കാണിച്ചിട്ടില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലാട്ടോ അതൊക്കെ കാണിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ അബിക്ക് നല്ല പണിയൊക്കെ കിട്ടുന്നുണ്ട്. ഇത്രയും നാളം അവൻ കാണിച്ച കള്ളത്തരത്തിനും ചതിക്കും ഒക്കെ നവ്യെ തിരിച്ചു പണി തന്നെ കൊടുക്കുന്നുണ്ട്. അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു, ഒടുവില് കമല നയനയുടെ വീട്ടിലുള്ള ഹോം നേഴ്സിനെ ഒന്ന് കനക നയനയുടെ വീട്ടിലുള്ള ഹോം നേഴ്സിനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം അവരെ എത്രക്കാരിയാന്ന് അറിയത്തില്ല. നയനമോളൊക്കെ ആണെങ്കിലും പകല് തനിച്ചല്ലേ ഇരിക്കുന്നേ. ആദർശ് എങ്ങോട്ടെങ്കിലും പോവുകയും ചെയ്യും. ഒരു പക്ഷെങ്കിൽ ഇവള് വല്ല കള്ളിയാണോ എന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവളെ ഒന്ന് പരീക്ഷിച്ച് കളയാ എന്ന് കരുതിയിട്ട് ഒരു കമ്മല് കൊണ്ടുപോയി നിലത്തിടുവാണ്. ആ സമയത്ത് എലിസബത്ത് അയാളുടെ അടിച്ചു വാരി വരുന്നേ. അങ്ങനെ അടിച്ചു വാരി വരുന്ന എലിസബത്തിന് ആ കമ്മല് കിട്ടുന്നുണ്ട്. ഇത് കനക പമ്മി നോക്കി നിൽക്കുമായിരുന്നു, അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എലിസബത്ത് എന്ത് ചെയ്തു, അതെടുത്തിട്ട് നേരെ നയനയുടെ അടുത്തേക്ക് എല്ലുവാണ്. പിന്നീട് നയനയെ കാണിച്ചിട്ട് ചോദിച്ചു, അല്ല ഈ മോളുടെ ആണോ? എനിക്കിത് അടിച്ചു വാരിപ്പ് കിട്ടിയതാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുവാണ് നയനേത. അയ്യോ ഇത് എന്റെ അല്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. അല്ലേ, ഇത് ഞാൻ അടിച്ചു വാരിപ്പ് കിട്ടിയതാന്ന് പറഞ്ഞു. അപ്പോഴാണ് കനക ഒന്നും അറിയത്തില്ലാത്ത മട്ടി വരുന്നേ. എന്താ മോളെ എന്താന്ന് ചോദിച്ചു. ഇതേമ്മ അടിച്ചു വാരിപ്പ് ചേച്ചിക്ക് കിട്ടിയതാ. അയ്യോ ഇത് എന്റെ ആണല്ലോ എന്ന് പറഞ്ഞു. എന്റെ ചാടിപ്പോയതാന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പൊ കനയ്ക്കൊരു കാര്യം മനസ്സിലായി, ഇവള് കള്ളിയൊന്നും അല്ല. അല്ലെങ്കിലും അങ്ങനെയുള്ള ഒരാള് ഒരു കാരണവശാലും മൂർത്തി മുത്തശ്ശന് നയനെ നോക്കാൻ വേണ്ടി പറഞ്ഞു വിടത്തില്ലോ. അത്ര വിശ്വസ്തയുള്ളതുകൊണ്ട് മാത്രമാണ് പറഞ്ഞു വിട്ടത്. പിന്നീട് കനക അത് വാങ്ങുകയും ചെയ്തു. കനയ്ക്ക് മനസ്സിലായി ഇനി ഇവളെ പേടിക്കണ്ട, നയനമോൾ എന്താണല്ലോ ഇവള് നോക്കിക്കോളും. പണത്തോടും സ്വർണത്തോടൊന്നും ആർത്തി ഉള്ളവളല്ല, അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും പേടിക്കണ്ട. അങ്ങനെ കനക സന്തോഷത്തോടു കൂടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ആ സമയത്ത് നവീനാകും വല്ലാത്തൊരു ടെൻഷനായിരുന്നു. നവീൻ അവന്തികയെ വിളിക്കുന്നുണ്ട്, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവന്തിക നവീനെ കാണാനിട്ട് വരുന്നുണ്ട്. അവരൊരു കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടുവാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവന്തി ചോദിച്ചു, അല്ല എന്താ നവീനേട്ടാ? നവീനേട്ട എന്നോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ നവീൻ പറഞ്ഞു, അത് പിന്നെ എന്നോട് പോലും പറയാതെയാ മുത്തശ്ശനും അമ്മയൊക്കെ അവന്തിയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. പെണ്ണ് കാണാൻ വരുവാന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, എനിക്കും അതിനെക്കുറിച്ചൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നവീനേട്ടൻ വന്നതിന് ശേഷം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കേട്ട് കഴിഞ്ഞപ്പത്തിനും അവന്തിക ചോദിച്ചു, എന്താ നവീനേട്ടാ? നവീനേട്ടൻ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക്. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, എന്ത് വേണമെങ്കിലും എന്താണെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതെ എന്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്, ഞാനൊരു പെൺകുട്ടീനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവന്തിക ആദ്യം ഒന്ന് പതറി. പിന്നീട് അവന്തി പറഞ്ഞു, എങ്കിൽ പിന്നെ നവീനേട്ടൻ അത് ആദ്യമേ തന്നെ തുറന്നു പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അത് എനിക്ക് ആ കുട്ടിയോട് ഇഷ്ടമുണ്ട്, പക്ഷെ ഞാൻ ഇതിനായിട്ട് പ്രണയമൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അവന്തി പറഞ്ഞു, അല്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നവീനേണ്ട അത് വീട്ടിൽ പറഞ്ഞാൽ മതി. പിന്നെ ആ കുട്ടിയോട് ഇതുവരെയായിട്ട് തുറന്നു പറഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞേ, ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു പറയാൻ പറഞ്ഞു. നവീൻ എന്തോ ഒരു വല്ലാത്തൊരു സമാധാനമായി. ഇനിയിപ്പം കാര്യങ്ങൾ ഇവളോട് തുറന്നു പറഞ്ഞല്ലോ, ഇവൾ എന്തു പറയുന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. എന്നാലും കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റിയതിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അവന്തിക്ക് ഭയങ്കര വിഷമമായി. ഒരുപക്ഷെ നല്ലൊരു ആലോചനയായിരുന്നു. കാരണം നവീനേട്ടനെ പോലുള്ള ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലക്ക് തന്നെയാണ്. തന്റെ അച്ഛന് സമ്മതമുള്ള കാര്യമായിരുന്നത്. പക്ഷെ അപ്പോഴാണ് നവീനേട്ടന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്നുള്ള, എന്ത് ചെയ്യാനാന്ന് പറ. ചിലപ്പോ ഇനി അപ്പൊ ആ ബന്ധം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ആ കുട്ടിയോട് ഇഷ്ടങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. പോരാത്തന്നെ നവീനേട്ടന് മാത്രം ഇഷ്ടമുള്ളൂ, ആ കുട്ടിക്കും ഇഷ്ടമുണ്ടോന്ന് അറിയത്തില്ല. അതോടൊപ്പം തന്നെ നവീനേട്ടന്റെ വീട്ടുകാർക്കും ഇഷ്ടമില്ല. അത് നവീൻ തുറന്നു പറഞ്ഞായിരുന്നു. എന്റെ അമ്മയ്ക്കും മുത്തശ്ശനൊന്നും ആ ബന്ധത്തിന് താല്പര്യമില്ല. അമ്മ എപ്പോഴും ആഗ്രഹിക്കുന്ന വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അല്ലാതെ ജോലിക്കാരിയോ വല്ല പോലീസ് ഓഫീസറോ അങ്ങനെ ആരെയും എന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവന്തിക്ക് ഒരു സന്തോഷം തോന്നിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബന്ധം നടക്കാൻ പോകുന്നില്ലെന്ന് അവന്തിക്ക് അറിയായിരുന്നു. പിന്നീട് നന്ദു അനിയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടിയ സമയത്ത് നന്ദുവിനോട് അനി അവന്തിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, എനിക്ക് എന്താണ് സന്തോഷമായി, അവന്തികയുമായിട്ട് നവീനേട്ടന്റെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടന്നാൽ മതിയായിരുന്നു. അപ്പോഴേക്കും അനി പറഞ്ഞു, അതെ രണ്ടു കൂട്ടർക്കും ഇഷ്ടപ്പെട്ടു, ഇനിയിപ്പം നവീൻ മാത്രം ഒന്ന് സെറ്റായി മതി എന്ന് പറഞ്ഞു. കാരണം
നവീനെ കുറിച്ച് അറിയാലോ. അത് കേട്ടിപ്പോ നന്ദു പറഞ്ഞു, അതാ എനിക്ക് മനസ്സിലാകാത്തെ. നവീനായിട്ട് ഇനിയിപ്പോ അവന്തികയെ വേണ്ടെന്ന് വല്ലതും പറയുവോ? കാരണം നവീനേട്ട മനസ്സിലൊരു പെൺകുട്ടിയോ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനി പറഞ്ഞു, ആ ബന്ധത്തിന് ഒരു കാരണവശാലും നവീന്റെ വീട്ടിൽ ആരും സമ്മതിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ ബന്ധമൊന്നും നടക്കാൻ പോകുന്നില്ല നന്ദു. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും നവീനെയും അവന്തിയെയും തമ്മിൽ ഒന്നിപ്പിക്കണം. കുടുംബത്തിലൊരു വക്കീലുണ്ടാന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദുവിനും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് നവ്യ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് എൻ ജ്വല്ലറിക്ക് ചെല്ലുവാണ്. അങ്ങനെ പരസ്യത്തിലൊക്കെ അഭിനയിച്ചതിന് ശേഷം ഡേവിഡിനെ കാണാനായിട്ട് ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട്. പിന്നീട് ഡേവിഡ് സംസാരിക്കുന്ന സമയത്ത് നവ്യയോട് കാര്യങ്ങൾ പറയണം. അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നടക്കും. ആ സമയത്ത് അബി അവിടെ മാനേജരാക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവ്യക്ക് ഭയങ്കര സന്തോഷമായി. നവ്യ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ലത്. നവ്യ സത്യമാണോ സാറേന്ന് ചോദിച്ചു. അതെ, എന്താണെങ്കിലും നവ്യ അനന്തപുരിയിലായിരുന്നിട്ട് പോലും ഞങ്ങളുടെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് പരസ്യം ചെയ്യാൻ വന്നല്ലേ. അപ്പൊ പിന്നെ നവ്യ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ട് എനിക്ക് സാധിച്ചു തരാതിരിക്കാൻ പറ്റുമോ? അബിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു കാര്യം തീരുമാനിച്ചിരിക്കണമെന്ന് പറഞ്ഞു. നവ്യ പറഞ്ഞു. ഇത് അറിഞ്ഞു കഴിയുമ്പത്തിനും അബിക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞു. അങ്ങനെ നവ്യ ഭയങ്കര സന്തോഷത്തോടിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. പിന്നീട് ഇതിനെക്കുറിച്ച് അബിയോട് പറയണം. എടാ അബി, നിനക്ക് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അബി ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അതെ, എൻ ജ്വല്ലറിയുടെ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം നടത്താൻ പോവാ. അതിന്റെ മാനേജർ ആരായിരിക്കും എന്നറിയാവോ? നീയാന്ന് പറഞ്ഞു. ഞാനോ? അതെ, നീ തന്നെയാന്ന് പറഞ്ഞു. അബിക്ക് അതും കൂടി വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, ഇനിയിപ്പൊ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ തീരാൻ പോവാ. നിന്റെ കഷ്ടപ്പാടുകൾ എന്താളും തീരും. നിനക്ക് ഈ വീട്ടിൽ കിടന്ന് ഇങ്ങനെ ജോലികളൊന്നും ചെയ്യേണ്ട വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അബിയുടെ മുഖം കൂടെ മാറി. അബി പറഞ്ഞു, അത് പിന്നെ നവ്യെ, ഇനി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർ സമ്മതിക്കോ? ഒരു കാരണവശാലും അവര് സമ്മതിക്കാൻ വഴിയില്ല. അവര് ചിലപ്പം ഈ വീട്ടിൽ നിന്ന് പോലും ഇറക്കി വിടുമെന്ന് പറഞ്ഞു. ഈ ഇറക്കി വിടുവാണെ ഇറക്കി വിട്ടടാ, നീ എന്തിനാ പേടിക്കണേ? ജോലിയില്ലേ നിനക്ക്? പിന്നെ എനിക്കും അത്യാവശ്യം പരസ്യവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കാം. ആരുടെ അടിമയായിട്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ടപ്പോ അബി പറഞ്ഞു, അത് മാത്രമല്ല, നിനക്കറിയാലോ ഇപ്പൊ അവന്തികയുടെ കല്യാണം കാര്യങ്ങളൊക്കെ വരുമല്ലേ. അപ്പൊ ആ സമയത്ത് ഞാൻ എൻ ജ്വല്ലറിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യാന്നേ? അതിന് നീയല്ലേ പോകുന്നേ? അവന്തികയും പിന്നെ നിന്റെ അമ്മയൊന്നും അല്ലല്ലോ. പിന്നെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവന്തികയുടെ കല്യാണക്കാര്യം അത് ഈ വീട്ടിലുള്ളവരൊക്കെ നോയിക്കോളും. അതൊന്നും ഓർത്ത് നീ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും അബിക്കൊരു വിഷമമായിരുന്നു. ഇതെങ്ങാനും ഇവിടെ ഉള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. പിന്നീട് ജലജയോട് പോയി നവ്യ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജലജയ്ക്കും അത് കേട്ടിങ്ങനെ സന്തോഷമുണ്ട്. കാരണം അബിക്ക് നല്ലൊരു പൊസിഷൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമില്ലേ. എൻ ജ്വല്ലറിയിലാണെങ്കിൽ എൻ ജ്വല്ലറിയിൽ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. ഇനിയിപ്പോ അവനൊരു ഭാവി ഉള്ളത് എൻ ജ്വല്ലറിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവൻ പോയി ജോയിൻ ചെയ്യണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിലും. പക്ഷേങ്കിൽ വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് ജലജയോട്ട് കരുതിയതുമില്ല. പിന്നീട് അബി എൻ ജ്വല്ലറിയിൽ മാനേജരാൻ പോവാന്നുള്ള കാര്യങ്ങളൊക്കെ നയനെ അറിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പത്തിനും നയനെ ആദർശിനോട് പോയിട്ട് തന്നെ സങ്കടങ്ങളൊക്കെ പറയണം. ആദർശ് പറഞ്ഞു, അവൻ അതല്ല അതിലപ്പുറവും ചെയ്യൂന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും ആദർശേട്ടാ? നവേച്ചി ഓർത്ത് മാത്രം, അല്ലെങ്കിലുണ്ടല്ലോ സത്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. അതോടുകൂടി നവേച്ചി അഹങ്കാരം തീർത്ത് വീട്ടിൽ കയറി ഇരുന്നേന്ന് പറഞ്ഞു. പിന്നീട് കനക വിളിച്ചു കഴിഞ്ഞപ്പത്തേനും നയന ഈ കാര്യത്തെക്കുറിച്ച് പറയാണ്. നബി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും കനക പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മോളെ. എത്രയെന്ന് വെച്ചാൽ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോകുന്നേ. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. എന്താണ് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് നേരെ ഗോവിന്ദന്റെ അടുത്തേക്ക് വന്നു. ഗോവിന്ദന്റെ അടുത്ത് ചെന്നിട്ട് നയനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. ഗോവിന്ദേട്ടാ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്പിക്ക് അഹങ്കാരം കൂടി വരുവാണ്. അതോടൊപ്പം തന്നെ ഇഷ്ടം അനന്തപുരിക്കാരെല്ലാം വെറുപ്പിച്ചോണ്ട് അവളിപ്പോ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അബിയാണ്ട് എൻ ജ്വല്ലറി മാനേജരാക്കാനായിട്ട് പോവുക അവള്. അത് കേട്ടപ്പോ ഗോവിന്ദൻ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? അവളുടെ അഹങ്കാരം അവസാനിക്കണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവള് സത്യങ്ങളൊക്കെ അറിയണം, അബിയുടെ ചതിയൊക്കെ അറിയണം. എങ്കിൽ മാത്രമേ അവളിൽ നിന്ന് നിലത്ത് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടോണ്ട് വന്ന നന്ദു പറഞ്ഞു, ഈ കാര്യം നേരത്തെ പറയുമായിരുന്നെങ്കിൽ എന്നെ നവീച്ച് നന്നായി പോയാനും. എല്ലാരും കൂടെ എന്തിനാ മറച്ചു വെച്ചേ? അപ്പോഴേക്കും കനക പറഞ്ഞു, മറച്ചു വെച്ച മനഃപൂർവ്വം അല്ലല്ലോ മോളെ, നിനക്കറിയാലോ. നന്ദൂട്ട, ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും വെറുതെ ഇരിക്കില്ല. നവ്യ ഇതിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കും. അവള് ചിലപ്പോ അബിയെ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, കൊല്ലുവാണെ കൊല്ലട്ടെ, അവരെ പോലെ ഒരു ദുഷ്ടൻ ജീവിച്ചിരിക്കാനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് ക്രൂരൻ അവരെന്നൊക്കെ പറയാണ്. പിന്നീട് കനക നവ്യയെ വിളിക്കുവാണ്. നവ്യയെ വിളിച്ചിട്ട് എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണാനുണ്ടെന്ന് പറഞ്ഞു. കാണാന്നൊക്കെ പറയണം. അങ്ങനെ ഒടുവില്
നവ്യ ചെല്ലുവാണ് കനകയെ കാണാനായിട്ട്. അപ്പോൾ ഒരു ബീച്ചിന്റെ അങ്ങോട്ടേക്കാണ് നവ്യയെ വിളിപ്പിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ചോദിച്ചു, എന്താമ്മേ അമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കനക പറഞ്ഞു, മോളെ നീ ഈ ചെയ്യുന്നൊക്കെ ശരിയാ നിനക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. എന്ത്? അല്ല, നീ ഏൻ ജ്വല്ലറിയുടെ പരിസ്ഥിതിയിൽ അഭിനയിക്കാൻ പോന്നേ ഒന്നുമല്ലേലും നീ അനന്തപുരിയുടെ മരുമോളല്ലേ. മൂർത്തി ജ്വല്ലറിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ജ്വല്ലറിയിലെ ഏൻ ജ്വല്ലറി. അതിനിപ്പോ എന്താ? എനിക്ക് അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, എനിക്ക് പൈസ കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ജീവിക്കണ്ടെന്ന് ചോദിച്ചു. അബിക്കാണെങ്കിൽ ജോലിയും കൂലി ഇല്ലാതിരിക്കുന്ന സമയമായിരുന്നു. പോരാത്തന് ഇനി ഇപ്പൊ അബിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അബിക്ക് ഏൻ ജ്വല്ലറി ജോലി കിട്ടാൻ പോവാ. ഏൻ ജ്വല്ലറിക്കാർ പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുക, അതിന്റെ മാനേജറായിട്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം കനക പറഞ്ഞു, ഇതൊക്കെ ചെയ്യുന്നത് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താ ഞാൻ ചെയ്താലോ? അമ്മയ്ക്ക് പിന്നെ അമ്മയുടെ ഇളെ മോളുടെ കൂടെ ഉള്ള നിൽക്കാൻ പറ്റുള്ളൂ. ഇളയ മരുമോൻ എന്ത് ചെയ്താലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അല്ലേന്ന് ചോദിച്ചു. നീ എന്തൊക്കെയാ നവ്യ പറയണെന്ന് ചോദിച്ചു. ആദർശേണ അത്ര വലിയ തെറ്റ് ചെയ്തിട്ട് അമ്മയ്ക്ക് അതൊരു തെറ്റായിട്ട് തോന്നില്ല. ആദർശേണ അവിഹിതത്തിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി, എന്നിട്ടോ നായനെ ആ കുഞ്ഞിനെ സ്വന്തം മോളായിട്ട് കൊണ്ടു നടക്കുക. അതിനകത്തൊന്നും അമ്മയ്ക്കും അച്ഛനും ഒരു പ്രശ്നമില്ല. ഇപ്പൊ അബി ഏൻ ജ്വല്ലറിയിലേക്ക് പോയി ജോലി ചെയ്യുന്നതാണ് അമ്മയ്ക്കും അച്ഛനൊക്കെ പ്രശ്നമല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പം കനക പറഞ്ഞു, മോളെ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. എന്ത് കാര്യങ്ങള്? അമ്മയ്ക്ക് അല്ലെങ്കിലും പണ്ട് മുതലേ അതെ, എന്നെ ഇഷ്ടമില്ല, നന്ദുവിനോടും നയനോടും ഉള്ള താല്പര്യം, അതുകൊണ്ടല്ല അമ്മ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇത്തിരി നന്നാവുന്ന നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കനയ്ക്ക് നല്ല ദേഷ്യം വന്നു. കനക പറഞ്ഞു, നീ എന്തൊക്കെയായി വിളിച്ചു പറയാന്നറിയാവോ? ഇത്രയും കാലം നീ ആദർശനെ കുറ്റപ്പെടുത്തി, അപ്പോഴൊക്കെ ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഇനി അത് മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവ്യ ചോദിച്ചു, എന്ത് മറച്ചു വെക്കുന്ന കാര്യ പറയണേ? നീയെ ആദർശനെ നാഴേക്ക് 40 വട്ടം കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. അവന് ഒരു പാവം പിടിച്ച പെങ്കൊച്ചിനെ പഴിപ്പിച്ച് അതിനകത്തൊരു കുഞ്ഞിനെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തില് ആ തെറ്റ് ചെയ്ത ആരാന്നറിയോ? നിന്റെ കൂടെ ജീവിക്കുന്ന നിന്റെ സ്വന്തം ഭർത്താവ് അബിയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ഒരു നിമിഷം ഞെട്ടലോടുകൂടി കനിക നോക്കണം. അപ്പൊ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. അതെ, നീ പറഞ്ഞിട്ടില്ലേ അനഘയുടെ കാര്യം, അനഘയെ നശിപ്പിച്ചു കളഞ്ഞ ആദർശാന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനഘയെ ഇല്ലാതാക്കിയത് ആരാന്നറിയോ? അത് അബിയാന്ന് പറയാ, നിന്റെ ഭർത്താവ്. ചന്തുമോൾ ആരുടെ കുഞ്ഞാന്നറിയാവോ? അബിയുടെ അനഘയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വിശ്വസിക്കാൻ പറ്റിയില്ല നവിക്ക്. അപ്പോഴേക്കും നവി പറഞ്ഞു, വെറുതെ അമ്മ ഇങ്ങനെയൊന്നും പറയണ്ട, എനിക്കറിയാം ഇതൊക്കെ പറഞ്ഞു വിടുന്ന ആരാന്ന്. നയനെ ആദർശം കൂടെ ചേർന്നിട്ടല്ലേ പുതിയ തന്ത്രമായിട്ട് അമ്മ ഇറങ്ങിയിരിക്കുമല്ലേ ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട്. അമ്മയുടെ അടവ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ കനക പറഞ്ഞു, ഇതൊക്കെ നിനക്ക് തോന്നുന്നുണ്ട് എന്റെ അടവന്ന്. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യുക, നായനയുടെ ആദർശിന്റെ അടുത്ത് നിന്ന് ചോദിച്ചു നോക്ക്, അല്ല നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ മൂർത്തി മുത്തശ്ശനോടൊക്കെ ചോദിച്ചു നോക്ക്. എന്താണെങ്കിലും നിന്റെ മുത്തശ്ശൻ കള്ളത്തരം പറയത്തില്ലോ, ചെന്ന് ചോദിച്ചു നോക്ക. അത് മാത്രല്ല, ഒന്നാന്തരം തെളിവുണ്ട്. DNA ടെസ്റ്റ് നടത്തിയതിന്റെ ചന്തുമോള് അബിയുടെ കുഞ്ഞാന്നതിനോട് തെളിവുണ്ട്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പോയി DNA ടെസ്റ്റ് നടത്തി നോക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോ നവിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. നവിക്ക് മനസ്സിലായി അമ്മ പറയുന്നതിൽ എന്തൊക്കെയോ സത്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. നവ്യയ്ക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചു പട്ടിലായി. പിന്നീട് കനക പറഞ്ഞു, ഇത്രയും കാലം നിന്നോട് ഇത് ഞങ്ങൾ പറയാതിരുന്നത് നിന്റെ ജീവിതം തകർക്കണ്ടെന്ന് കരുതിയിട്ടാ. ഒരു തവണ ഞാൻ നിന്നോട് ഇത് പറയാൻ വേണ്ടി വന്ന അന്ന് പക്ഷേങ്കില് നീ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിയും തിരിച്ചു പോരുകയോ ചെയ്തേ. അബി എങ്ങനെയോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അവനെ വെറുതെ വെച്ചേക്കില്ല, അവനെ തീർത്ത് കളയുള്ളെന്ന്. പക്ഷെ ഇത്രയും കാലം ഞങ്ങൾ ഇതൊക്കെ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയി. ആദർശനെ കുറ്റപ്പെടുത്തിയിട്ട് പോലും നയന ഈ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല. നിന്റെ ജീവിതത്തെ ഓർത്തിട്ട് മാത്ര. നന്ദു ആണെങ്കിലും അതെ, എല്ലാരും ആണെങ്കിലും ശരി, നിന്റെ ജീവിതത്തെ കരുതിയിട്ട് മാത്രം സത്യങ്ങളൊന്നും പുറത്തു പറയാതിരുന്നേ. പക്ഷെ നിന്റെ അഹങ്കാരം സഹിക്ക വയ്യാതെ വന്നിട്ടാ പെറ്റമ്മയെ ഞാൻ പോലും നിന്നോട് ഇത് പറയണെന്ന് പറഞ്ഞു. നവ്യ പിന്നെ അവിടെ നിന്നില്ല. ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച പോലെയാണ് നവ്യ വീട്ടിലേക്ക് ചെല്ലുന്നേ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അബി മുറിയിലുണ്ടായിരുന്നു. അങ്ങനെ നവ്യ അങ്ങോട്ട് മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് എന്നിട്ട് അബിയുടെ നേരക്ക് തിരിവേണം. സത്യം പറയടാ, ചന്തുമോൾ ആരുടെ കുട്ടിയാന്ന് ചോദിച്ചു. അത് കേട്ടിപ്പോ അബിയുടെ ഞെട്ടലോടുകൂടി നവിയെ നോക്കിട്ട് ചോദിച്ചു, നീ എന്താ നവി ഇങ്ങനെ ചോദിക്കുന്നത്? നിനക്കറിയാൻ മേലേ അത് ആദർശേണ്ട കുട്ടിയല്ലേന്ന് ചോദിച്ചു. ഇത് മിണ്ടരുതെന്നും പറഞ്ഞോണ്ട് അബിയുടെ നേർക്ക് കൈ ചൂണ്ടി ചെല്ലുവാണ്. നീ ഇത്രയും കാലം എന്നെ വഞ്ചിക്കുവായിരുന്നല്ലേന്ന് ചോദിച്ചു. വഞ്ചിക്കാനോ? ഞാനോ? പിന്നല്ലാതെ. നിന്റെ അനഘയുടെ മോളല്ലേ ചന്തുന്ന് ചോദിച്ചു. എന്നിട്ടോ നീ എന്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞു ആദർശേണ്ട അല്ലേടാന്ന് ചോദിച്ചിട്ട് കോളറിന് അങ്ങോട്ട് കുത്തിപ്പിടിച്ച് അവന്റെ കർണം തീർത്ത് പൊട്ടിക്കുവാണ്. എന്താണല്ലോ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി എന്താണെങ്കിലും നവിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നവി ഇനിയിപ്പോ ഏൻ ജ്വല്ലറിക്കാരുമായിട്ട് ഒന്നിനും പോകത്തില്ല. അത് മാത്രല്ല നയനോടും ആദർശനോടും ഒക്കെ വന്ന് ക്ഷമയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.